ഇന്നലെ രാത്രി ഏതാണ്ട് ഈ സമയത്താണ് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിൽ 2 പെൺകുട്ടികൾ ഒരു മദ്യപന്റെ ആക്രമണത്തിനിരയായത്. എത്രയോ സ്ത്രീകൾ ഓരോ ദിവസവും വളരെ സുരക്ഷിതമെന്ന് കരുതി നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയ്ക്കായി ട്രെയിനുകളെ. എന്താണ് അവിടെയൊക്കെ നമുക്കുള്ള സുരക്ഷ? എങ്ങനെയാണ് ധൈര്യത്തോടെ നമുക്കൊക്കെ ആ ട്രെയിനുകളിൽ, ബസ്സുകളിൽ യാത്ര ചെയ്യാനാവുക? ഈ ചോദ്യങ്ങൾ മുഴുവൻ നമ്മുടെ മുന്നിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 19-കാരിയായ ശ്രീകുട്ടിയുടെ അപകടം കടന്നുപോകുന്നത്. ഓരോ അപകടം ഉണ്ടാവുമ്പോഴും വലിയ വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറം അത് എത്ര കണ്ട് നടപ്പാവാറുണ്ട് എന്ന ചോദ്യം വീണ്ടും നമുക്ക് മുന്നിൽ വെക്കുകയാണ് ഈ സംഭവം. വിശദമായി തന്നെ നോക്കാം. ആദ്യം ന്യൂസ് അറ്റ് 9 കടക്കുന്നു തലക്കെട്ടുകളിലേക്ക്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തള്ളിയിട്ടത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ എന്ന എഫ്ഐആർ. പ്രകോപന കാരണം സീറ്റിനടുത്തു നിന്ന് മാറിക്കൊടുക്കാത്തത് ചോദ്യം ചെയ്തത്. കുറ്റം സമ്മതിച്ച് പ്രതി സുരേഷ് കുമാർ വധശ്രമത്തിന് കേസെടുത്തു. മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന ആരോപണവുമായി കുടുംബം. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മഞ്ഞുമൽ ബോയ്സ്. മികച്ച ചിത്രം, മികച്ച സംവിധായകനടക്കം 10 പുരസ്കാരങ്ങൾ. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഭ്രമയുഗത്തിലൂടെ മികച്ച നടൻ. എന്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, എന്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടൊവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഫെമിനിച്ചി ഫാത്തിമയിലെ ഷംല ഹംസ മികച്ച നടി. അവാർഡ് തിളക്കത്തിൽ ടൊവിനോ, ആസിഫ് അലി, ജ്യോതിർമയി. വേടൻ മികച്ച ഗാനരചയിതാവ്. ബീഹാറിൽ നാളെ കൊട്ടിക്കലാശം. 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. RJDയെ മുക്കാൻ കരാറെടുത്തവരാണ് കോൺഗ്രസ് എന്ന് പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാഗ്രതയില്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ BJP വോട്ട് കൊള്ള നടത്തുമെന്ന് രാഹുൽ ഗാന്ധി. ശബരിമല സ്വർണ്ണമോഷണത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. മൊഴി കേസിൽ നിർണായകമാകുമെന്ന് സൂചന. ചോദ്യം ചെയ്തത് SIT തലവൻ SP ശശിധരൻ. 2ാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സുഡാനിൽ കൂട്ടപ്പലായനം തുടരുന്നു. 36,000-ലധികം ജനങ്ങൾ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാധാരണക്കാരെ വിമതർ വെടിവെച്ചിടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ കളത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്തിന് പിന്നാലെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ്. കോഴിക്കോട്ട് PM നിയാസ്, കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും മിനിമോൾ ആന്റണിയും പോര് നയിക്കും. തലസ്ഥാനത്തെ ഇടതുകോട്ടയായ മുട്ടട പിടിക്കാൻ KSU നേതാവ് വൈഷ്ണ സുരേഷ്. ആദ്യം പുരസ്കാര വാർത്തകളിലേക്ക്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിച്ചു. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടി വീണ്ടും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫെമിനിച്ചി ഫാത്തിമയിലെ മിന്നുന്ന പ്രകടനത്തിന് ഷംല ഹംസ മികച്ച നടിയായി. 10 പുരസ്കാരങ്ങളുമായി മഞ്ഞുമൽ ബോയ്സ് പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങിയ. ഒപ്പം അമൽ നീരദ് സംവിധാനം ചെയ്ത ബൊഗേൻവില്ല 7 പുരസ്കാരങ്ങൾ നേടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെയായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ചത്. ആസിഫ് അലി, വിജയരാഘവൻ, ടൊവിനോ തോമസ്, സൗബിൻ എന്നിവരെ പിന്തള്ളിയാണ് മമ്മൂട്ടി മികച്ച നടനായത്. മികച്ച നടിയായി ഷംല ഹംസയെ തെരഞ്ഞെടുത്തു. ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രകടനമാണ് ഷംലയെ അവാർഡിന് അർഹയാക്കിയത്. നടന്ന സംഭവം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ലിജോമോൾ സ്വഭാവ നടിയായി. സൗബിൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് സ്വഭാവ നടന്മാർ. ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ, ടൊവിനോ, ആസിഫ് അലി എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്രം ഉൾപ്പെടെ അവാർഡുകൾ വാരിക്കൂട്ടി. 10 അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയത്.
മികച്ച സംവിധായകൻ, മികച്ച സ്വഭാവ നടൻ, മികച്ച ഛായാഗ്രാഹകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച കലാസംവിധായകൻ, മികച്ച ശബ്ദമിശ്രണം, മികച്ച ശബ്ദരൂപകൽപ്പന, മികച്ച പ്രോസസിംഗ് ലാബ് എന്നിവയും മഞ്ഞുമലിന് സ്വന്തം. മികച്ച പിന്നണി ഗായകനായി കെ.എസ്. ഹരിശങ്കറും ഗായികയായി സെബാ ടോമിയും തെരഞ്ഞെടുക്കപ്പെട്ടു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന മഞ്ഞുമൽ ബോയ്സിലെ ഗാനത്തിന് വരികളെഴുതിയ വേടനെ തേടി മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരവുമെത്തി. മികച്ച നവാഗതന സംവിധായകനായി ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഫാസിൽ മുഹമ്മദും അർഹനായി. 2024 തിയേറ്ററിനെ ആവേശം കൊള്ളിച്ച പ്രേമലു ജനകീയ ചിത്രമായി. നടൻ പ്രകാശ് രാജ് ചെയർമാനായ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മലയാളത്തിന്റെ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയെ തേടി 7ാം തവണയാണ് മികച്ച നടനുള്ള പുരസ്കാരം എത്തുന്നത്. ജീവിതത്തിലെ വലിയൊരു പരീക്ഷണ ഘട്ടം മറികടന്ന് സിനിമയിൽ സജീവമാകുന്നതിനിടെയാണ് ഇത്തവണത്തെ പുരസ്കാര നേട്ടം എന്ന പ്രത്യേകതയുമുണ്ട്. മമ്മൂട്ടിയിലെ അഭിനേതാവ് മലയാളികളെ ഭ്രമിപ്പിക്കാനും മോഹിപ്പിക്കാനും തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളാകുന്നു. പക്ഷേ ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയും ചാത്തനും ഇന്നുവരെ ആ മുഖത്ത് കണ്ടിട്ടില്ലാത്ത ഭാവപ്പകർച്ചകളായി. അത്രയാണ്. മത്സരമല്ലെന്നും സ്നേഹത്തിന് നന്ദിയുണ്ടെന്നുമായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, സൗബിനും, ആസിഫലി സബിനല്ല, ബെസ്റ്റ് ആക്ടറാണ്. നമ്മുടെ പടത്തിന് റോണക്സിനുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്. അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരത് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം. ഇതൊരു യാത്രയല്ലേ, കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ, അവരും നമ്മളൊപ്പം കൂട്ടിയ പോലെ എന്ന് വിചാരിച്ചാൽ മതി. ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? പകർന്നാടിയ ഭാവങ്ങൾ അനവധിയാണ്, അഭിനയിച്ചു തീർത്ത വേഷങ്ങളും. പക്ഷേ ഇപ്പോഴും ഒരു പുതുക്കക്കാരന്റെ ആവേശത്തോടെയാണ് മമ്മൂട്ടി ഓരോ കഥാപാത്രത്തെയും സമീപിക്കുന്നത്. അതുതന്നെയാണ് അത്രയേറെ മികച്ചവയായി അദ്ദേഹത്തിന്റെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളും എണ്ണപ്പെടുന്നത്. പ്രായത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യം, പരിമിതികളെ മറികടക്കുന്ന അഭിനയ ചാതുരി. മമ്മൂട്ടിയിലെ നടനെ കാത്ത് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കിയാണ്. അത് കാണാൻ മലയാളിയും കാത്തിരിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മമ്മൂട്ടിക്ക് നൽകുമ്പോൾ ആ അവാർഡിന്റെ തിളക്കം കൂടും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും വലിയ മത്സരത്തിനൊടുവിലാണ്, പ്രത്യേകിച്ച് പ്രധാന നടൻ അല്ലെങ്കിൽ മികച്ച നടന് വേണ്ടിയുള്ള ഒരു വലിയ മത്സരം തന്നെ നടത്തിയിരുന്നു. ചെറിയ നിരാശ, സന്തോഷം, അപ്രതീക്ഷിതം, അങ്ങനെ പ്രതികരണങ്ങൾ പലതാണ്. മറ്റ് അവാർഡ് ജേതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. മുന്നോട്ടേക്കുള്ള പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഈ അവാർഡ് ഇന്നും അപ്പുറത്തേക്കല്ലേ, പെർഫോമൻസ് തന്നെ അവർക്ക് ഫോക്കസ്. അതെ, പെർഫോമൻസിലാണ് തീർച്ചയായിട്ടും. നല്ല സിനിമകൾ, നല്ല കഥകളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുശേഷം ഓഫറുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ? വന്നിരുന്നു. അതെ. ഞാനിപ്പോഴും തുടക്കക്കാരിയാണ്. ഈ ഒരു അവാർഡ് നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രചോദനമാണ്. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ചെയ്യണം. പിന്നെ പാട്ട് എഴുതുന്നത് ഒരു ഹോബി ആയിരുന്നു, അത് ഇപ്പോഴും ഇഷ്ടമാണ്. എഴുതാൻ കഴിയുമെങ്കിൽ എഴുതും. ഇല്ല, ഒരുപാട് പാടാറുണ്ട്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു നിന്നത്. ഇതിങ്ങനെ 3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഫൈനൽ ലിസ്റ്റിൽ മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാര്യം ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും പീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ. അപ്പോൾ അത് ഇപ്പൊ വന്നൊരു സ്പെഷ്യൽ മെൻഷനിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള കരിയറിൽ മാത്രമല്ല എന്റെ പേഴ്സണൽ ലൈഫിലും ഭയങ്കര ഒരു ഫ്യൂല് തന്നെയായിരിക്കും ഇനി ഇപ്പോൾ ഈ കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത്.
ഒരുപാട് സന്തോഷമുണ്ട്. മികച്ച നടനിലേക്ക് എത്തിയില്ല എന്നൊരു നിരാശകരമുണ്ടോ? നിരാശ തീർച്ചയായിട്ടും ഉണ്ട്. ആഗ്രഹിച്ചതും അത് തന്നെയാണ്, എപ്പോഴും ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷെ ഇനിയും സമയമുണ്ട്, ശ്രമിക്കണം. കാര്യം ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ്. ഇപ്പം ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതിൽ കൂടെ കിട്ടിയത്. അപ്പം ഇതിലിപ്പം എനിക്കാണെങ്കിലും ടോവിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെന്റും അത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഓരോ ജനറേഷനിലെ ആക്ടേഴ്സിന് തന്നെ മെൻഷൻ ചെയ്താണ് എപ്പോഴും നോമിനേഷൻസ് ഉൾപ്പെടെ വരിക. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അത് മമ്മൂക്കാണ് ഒരു ക്യാപ്റ്റൻസിയിൽ തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് അഗെയിൻ ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഡ്രീം. അതിലേക്ക് ഒരു ദിവസം എത്തിച്ചേരുകയും ചെയ്യും. ഒരുപാട് സന്തോഷം, വലിയ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ ഈ സ്റ്റേറ്റ് അവാർഡിൽ ഇങ്ങനെ ഒരു ജൂറി മെൻഷനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാനത് അറിഞ്ഞ് അതിപ്പോഴും അതിന്റെ ഒരു ചെറിയ തരിപ്പിലിരിക്കുകയാണ്. ഞാൻ ഒരു മംഗലാപുരം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ യാത്രയുടെ ഇടയിലാണ് ഈ ന്യൂസ് കിട്ടി. അപ്പൊ ഞാനിങ്ങനെ ഫോണുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഭിനയിക്കുന്നവരോടൊക്കെ. സിനിമ നന്നാവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്നത്. അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു 3 കഥാപാത്രമൊക്കെ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അപ്പൊ ഞാനത് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചിരുന്നിരുന്നു. എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണത് മോട്ടിവേറ്റ് ചെയ്ത് ഞാനിതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഞാൻ ശ്രമിച്ചിട്ട് അത് സിനിമയായിട്ട് ഇറങ്ങിയപ്പോ ആ സിനിമ വലിയ വിജയം നേടി തിയേറ്ററിൽ. അത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാവുന്നൊരു സിനിമയൊന്നും ആയിരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ നിന്നുകൊണ്ടാണ് ആ സിനിമയും അങ്ങനെ നമുക്ക് നന്നായി വന്നത്. അത് മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ അത് നന്നായിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ എന്ന് പറയുമ്പോൾ ഇതൊരു ഇരട്ടി മധുരമാണ് തീർച്ചയായിട്ടും. കുറച്ചുണ്ട് 10-അടുത്തുണ്ടെന്ന് തോന്നുന്നു. വളരെ സന്തോഷം. എന്തായാലും അജയനും ഷൈജുവിനും പിന്നെ ബാക്കിയുള്ള എല്ലാ കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള ചിത്രങ്ങൾക്കും നല്ല അവാർഡ്സ് തന്നെ കിട്ടിയിരിക്കുന്നത്. ബോഗൻവില്ല, അമലേട്ടനാണെങ്കിലും ജ്യോതി ചേച്ചി കിട്ടിയതൊക്കെ വളരെയധികം സന്തോഷം. ടോവിനോ, പിന്നെ ആസിഫ്, മമ്മൂക്ക, എല്ലാവർക്കും ഫെമിനിസ്റ്റ് മൂവിയിൽ അവരൊക്കെ എല്ലാവരും കിട്ടി വളരെയധികം സന്തോഷം. അതെ അതെ, എനിക്ക് അതാണ് നമ്മള് അങ്ങനെ ഒരു എന്താ പറയാ മഞ്ഞൾ ബോയ്സില അതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരു പ്രയത്നം തന്നെയാണ് ഇതിന് ഇത്രയധികം കിട്ടാനുള്ള അവാർഡ്സ് കിട്ടാനുള്ള കാരണം. പിന്നെ എന്റെ ഇതാണിപ്പോഴും സ്വഭാവം എന്ന് പറഞ്ഞാൽ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും റിയൽ മഞ്ഞൾ ബോയ്സിലെ കുട്ടിയേട്ടനുണ്ടല്ലോ ശ്രീചേട്ടൻ, അത് ശരിക്കും അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കാനാണ് ഈ അവാർഡ്. ഒരുപാട് സന്തോഷം. അല്ലാതെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നടന്ന സംഭവം കോമ്പറ്റീഷനിൽ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഇതിന്റെ തന്നെ പ്രൊഡ്യൂസർ അനൂപേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോ എന്തായാലും അത് കഴിഞ്ഞിട്ട് പ്രഖ്യാപനം വരുമ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറായിരുന്നു ധന്യയുടേത്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും തന്നെ കേൾക്കുന്നതാണ്. അപ്പം സ്ത്രീകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ എനിക്ക് രാജേഷ് ചേട്ടനും ഇതിന്റെ റൈറ്റർ രാജേഷ് ചേട്ടനും ഡയറക്ടർ വിഷ്ണു ചേട്ടനും കൂടി വന്ന് എന്റെ അടുത്ത് കഥ പറയുമ്പോഴും എനിക്ക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായും ഈ പറഞ്ഞ രണ്ടുപേരുടെയും ഇൻപുട്സും ഉണ്ട്. അങ്ങനെ ചെയ്തതാണ് ധന്യയുടെ ക്യാരക്ടർ. എന്തായാലും ഇപ്പൊ അതിനൊരു അവാർഡ് ലഭിച്ചതിൽ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കിട്ടിയതിൽ സന്തോഷം. വെരി ഹാപ്പി. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് പാരഡൈസ് പോലത്തെ ഒരു പടത്തിന് ഇങ്ങനത്തെ അക്നോളജ്മെന്റ് കിട്ടുന്നത് ഐ എം റിയലി ഹാപ്പി. ഭയങ്കര സ്പെഷ്യൽ പടമായിരുന്നു എനിക്ക്. ഇങ്ങനെ ഏറ്റവും ഐഡിയൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്ത പോലെ തോന്നി. എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ബെസ്റ്റ് ആൾക്കാർ വർക്ക് ചെയ്യാൻ പറ്റുന്നതും. ഞാൻ അതിന് മീൻസ് ഈ പടം ഓണായിട്ട് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. റോഷനും രാജീവേട്ടനും ഒക്കെ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. അപ്പോ ലാസ്റ്റ് മെമ്പറായിട്ടാണ് ഞാൻ കയറുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ബിക്കോസ് ഭയങ്കര എപ്പോഴും ഫോർ ലൈഫ് ഓർക്കുന്ന ഒരു പ്രോജക്റ്റും എക്സ്പീരിയൻസും ആയിരിക്കും. സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അതിന് അവാർഡുകൾ മികച്ച നടിക്ക് നമുക്ക് കിട്ടി. പിന്നെ മികച്ച രണ്ടാമത്തെ സിനിമ സംഘടന അവാർഡ് കിട്ടി. ഞാൻ ആദ്യമായിട്ട് സിനിമ സംഘടിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ഇത് കാണുന്നു. വേറെ ഒരുപാട് അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്ക് ഇപ്പൊ 2024 അനൗൺസ് ചെയ്ത മിക്ക അവാർഡുകളിലും ഫാത്തിമ ഉണ്ടായിട്ടുണ്ട്. ക്രിറ്റിക്സ് അവാർഡ്, പത്മനാഭ പുരസ്കാരം, ദേശീയ അവാർഡ് തുടങ്ങിയ മിക്ക അവാർഡുകളിലും ഫാത്തിമ ഉണ്ടായിട്ടുണ്ട്.
സന്തോഷത്തിലാണ്. നമ്മൾ ഇന്നാണ് ഇപ്പൊ അറിഞ്ഞത്. അപ്പൊ ഹാപ്പിയാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സിന് മാത്രം ഒരുപാട് അവാർഡുണ്ട്, 10ലധികം അവാർഡുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാവാൻ പറ്റിയതിലും ഒക്കെ സന്തോഷത്തിലാണ്. ഇല്ല ഇല്ല ഇല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ആരോടും പ്രതികാരം ചെയ്യാനുള്ള ദേഷ്യമൊന്നും എനിക്ക് ആരോടും ഇല്ല. സന്തോഷത്തിലാണ്. സന്തോഷം എന്ന് പറയുന്ന ഒരു ഇമോഷൻ എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് സത്യത്തിൽ അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല ഇന്നാണ് അത് ഇന്ന് അനൗൺസ് ചെയ്യുന്നതെന്നൊന്നും. ആക്ച്വലി എന്റെ മോളെ കൂട്ടാൻ വേണ്ടി വണ്ടിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഭാഗ്യ ചേച്ചി വിളിച്ചു, പെട്ടെന്ന് TV വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരുത്തരെ തിരുത്തര വിളിക്കാൻ തുടങ്ങി. ഒരു ഈവൽ വിച്ചിന്റെ ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത്. ആക്ച്വലി എന്ത് ടോണാണ് വേണ്ടത് എന്നുള്ളത് ആദ്യമേ ഒന്ന് നോക്കി തന്നെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ അവർക്ക് അവരുടെ മുഖത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ 2 ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗാമ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ വരുന്ന വില്ലൻ ക്യാരക്ടറും ഉണ്ട്, പിന്നെ ഈ വെൽവെറ്റിന്റെ ക്യാരക്ടറുമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇതൊക്കെയായിരുന്നു പ്രതികരണങ്ങൾ. ഇനി ഈ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അത് ഈ ദിവസത്തെ വാർത്ത എന്നല്ല, ഇന്നലെ രാത്രി നമ്മളെയൊക്കെ ഞെട്ടിച്ചു കൊണ്ടുവന്ന ആ വാർത്ത. 6 തരും സുരക്ഷ. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പാലോട് സ്വദേശിനി ശ്രീകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി. പ്രതി സുരേഷ് കുമാർ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം പെൺകുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നൊരു ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്ന് ഇന്നലെ രാത്രി യാത്രക്കാരൻ അതിക്രമിച്ച് ട്രെയിനിന് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ട 19 വയസ്സുകാരി സോനയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ആദ്യം അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടി ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് തലയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലും സാരമായി ക്ഷതമേൽക്കുകയും പരിക്കുകൾ അല്പം സാരമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് ഇന്നലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. പിന്നെ ഇന്ന് രാവിലെയോടെ സ്ഥിതി മെച്ചപ്പെടുകയായിരുന്നു. നിലവിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഈ 19 വയസ്സുകാരി. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ പ്രത്യേകിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ 19 വയസ്സുകാരിക്ക് തുടരേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബോധം വീണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ ഒരു മറുപടി ഇപ്പോഴും ഡോക്ടർമാർ നൽകിയിട്ടില്ല. അതേസമയം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് പനച്ചമൂട് സ്വദേശിയായ സുരേഷ് കുമാറിനെ നയിച്ചതെന്നാണ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരിക്കുന്നത്. ഇയാൾ ഈ സീറ്റിൽ നിന്ന് മാറിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കം, ആ തർക്കത്തിനൊടുവിൽ പ്രകോപിതനായി മദ്യപിച്ചിരിക്കുകയെന്ന് സുരേഷ് കുമാർ ആഞ്ഞു ചവിട്ടുകയായിരുന്നു ഈ 19 വയസ്സുകാരിയെ. ഇവർ പെട്ടെന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുന്നു. അടുത്തുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയ്ക്ക് നേരെയും ഇതേ ആക്രമണം തന്നെ ഉണ്ടാകുന്നു. പക്ഷേ അർച്ചന വളരെ വിദഗ്ധമായി പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് മാറി രക്ഷപ്പെടുകയായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ അതേ ഗതി, ഈ സോനയുടെ അതേ ഗതി അർച്ചനയ്ക്കും ഉണ്ടാകുമായിരുന്നു എന്നാണ് അർച്ചന തന്നെ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സുരേഷ് കുമാറിന്റെ കുടുംബാംഗങ്ങളിലും ബന്ധുക്കളിൽ നിന്നും അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇയാൾക്കെതിരെ നേരത്തെ ഇത്തരത്തിലുള്ള കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്. സ്ഥിരം മദ്യപാനിയായിരുന്നു സുരേഷ് കുമാർ എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളും RPFന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ട്രെയിനിൽ സുരക്ഷാ സംവിധാനങ്ങൾ, പോലീസിന്റെ സാന്നിധ്യം അടക്കം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കുകയാണ്. ഇത് സംബന്ധിച്ച് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ വിശദീകരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ 19 വയസ്സുകാരിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. അവരുടെ ബോധം വീണ്ടെടുത്തതിന് ശേഷം അവരിൽ നിന്ന് വിശദമായി എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി മൊഴിയായി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് RPF. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടി ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. പരിക്ക് തലച്ചോറിനാണെന്നും കുട്ടി അബോധാവസ്ഥയിൽ തന്നെയാണെന്നും സൂപ്രണ്ട് പറഞ്ഞു. നില ഒരിക്കലും തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. കാരണം ബ്രെയിനിനകത്തുള്ള ഡാമേജ്, ആ നീർക്കെട്ട്, ചതവ് കൊണ്ടുള്ള നീർക്കെട്ട് അത് കുറയണം.
പിന്നെ ഈ എന്താ പറയുക രക്തം ശകലം കട്ട പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് അലിയണം. അത് കലിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു ഔട്ട്കമ്മിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ പേഷ്യൻ്റ് ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അബോധാവസ്ഥയിൽ തന്നെയാണ്. അത് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പേഷ്യന്റിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് അതിൻ്റെതായ ചില മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. പേഷ്യന്റിനെ സെറ്റിൽഡാക്കി കിടത്താൻ വേണ്ടി, ശാന്തയായിട്ട് കിടത്താൻ വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കും. എന്തായാലും ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ കൊടുക്കാവുന്ന, കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു. അത് പഴുതടച്ച രീതിയിലുള്ള ചികിത്സകളാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും ഇതിന്റെ അവലോകനം നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു ദിവസമോ 2 ദിവസമോ അല്ല, എപ്പോഴും അവലോകനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത അവലോകനം നാളെയും നടക്കും. ഞെട്ടലോടെയാണ് ഈ സംഭവം കേട്ടതെന്ന് സുരേഷ് കുമാറിന്റെ അയൽവാസിയും പഞ്ചായത്ത് അംഗവുമായ ഷീല. സുരേഷ് കുമാർ മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും അവർ പറഞ്ഞു. സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു മദ്യപാനിയാണ്. പക്ഷേ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കും, ഭാര്യയെ അടിക്കും, അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഭാര്യയെ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ്. മക്കൾ അയാളുടെ സംരക്ഷണയിലാണ്, അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട്, അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ള, അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല. ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. സുരേഷ് കുമാർ മദ്യപാനിയാണെങ്കിലും മുൻപ് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയതായി അറിയില്ലെന്ന് സമീപവാസിയും ജനപ്രതിനിധിയുമായ ശ്യാം പ്രതികരിച്ചു. മദ്യപാനിയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തെ വേറൊരു രീതിയിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഇന്ന് വരെ അറിവില്ല. ഇപ്പോൾ ഇന്ന് ട്രെയിനിൽ നടന്നത് സംഭവം അത് എന്താണെന്ന് വാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ആ വസ്തുതയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹമോ ഒരു തരത്തിലുള്ള വിഷയവും ഇന്ന് വരെ നടത്തിയിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായമൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ ലഘൂകരിച്ച് കാണാൻ കഴിയുമോ? ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഭാര്യയെ ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതും ചെറിയ കാര്യമല്ല. മറ്റുള്ളവരോട് മോശമായി പെരുമാറിയതായി അറിവില്ല. ഇതൊന്നും ഒരു കുറ്റവാളിയെ ലഘൂകരിച്ച് കാണുന്നതിന് കാരണങ്ങളല്ല. സൗമ്യ നേരിട്ടതിന് സമാനമായ ക്രൂരകൃത്യമാണ് വർക്കലയിൽ ഉണ്ടായത് എന്ന് ട്രെയിൻ യാത്രയ്ക്കിടെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ. 15 വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചു വരികയാണെന്നും സുമതി പറഞ്ഞു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്കാക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിന് പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. എങ്ങനെ ഈ നാട്ടിൽ സ്ത്രീകൾ ജീവിക്കും? കോയമ്പത്തൂരിൽ നിന്നാണ് അടുത്ത വാർത്ത. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു. വിമാനത്താവളത്തിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും സുഹൃത്തും കാറിലിരിക്കുമ്പോഴാണ് 3 അംഗ സംഘം ആക്രമിച്ചത്. ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മിഥുൻ MG വിവരങ്ങളുമായി. മിഥുൻ, കേരളത്തിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴാണ് വിമാനത്താവളത്തിന് സമീപത്ത് നിന്ന് കോയമ്പത്തൂരിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ശ്രീജ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കോയമ്പത്തൂരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോട് കൂടി കോയമ്പത്തൂർ എയർപോർട്ടിന് സമീപത്ത് നിന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പെൺകുട്ടിയും യുവാവും കാറിലിരിക്കുന്ന വേളയിൽ ഒരു സംഘം, അതായത് 3 പേരടങ്ങിയ ഒരു സംഘം ബൈക്കിലെത്തുന്നു. അവർ അതിനുശേഷം ബൈക്കിൽ നിന്നിറങ്ങി കാറിലുണ്ടായിരുന്ന യുവാവിനെ അതിക്രൂരമായി വലിച്ചിറക്കിയതിനു ശേഷം മർദ്ദിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി കടന്നു കളയുകയായിരുന്നു ചെയ്തത്. ഈ സമയത്ത് അബോധാവസ്ഥയിലാകുന്നതിന് മുമ്പ് തന്നെ ഈ യുവാവ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് എത്തി ഈ യുവാവിനെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഏകദേശം 1 കിലോമീറ്ററിന് അകലെ നിന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അതായത് ദേഹത്ത് വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്രത്തോളം അതിൽ ക്രൂരമായിട്ടുള്ള കൂട്ടബലാത്സംഗമാണ് ഈ 3 യുവാക്കൾ നടത്തിയത്. അതിനുശേഷം ഇവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി 11 മണിക്ക് നടന്ന സംഭവമാണ്. ഇപ്പോൾ 24 മണിക്കൂറോട് അടുക്കുന്നു. ഇതുവരെയും ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എയർപോർട്ട് പരിസരമാണ്, എയർപോർട്ടിന് സമീപമാണ്. അവിടെയൊക്കെ കൃത്യമായ സുരക്ഷയുള്ളതാണ്. ഈ പോലീസിന്റെ പെട്രോളിംഗ് ഒക്കെ ശക്തമായി നടക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു അതിക്രൂരമായ സംഭവവികാസം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു 3 അംഗ സംഘത്തിന്റെ കൂട്ടബലാത്സംഗം നേരിടേണ്ടി വന്ന ഒരു സംഭവം അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി തമിഴ്നാട്ടിൽ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. DMK സർക്കാരിനെതിരെ BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സമീപകാലത്ത് പെൺകുട്ടിക്ക് സുരക്ഷയില്ലാത്ത സംസ്ഥാനമായി തമിഴ്നാട് മാറുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം, അതായത് 2024 മാർച്ചിൽ മാത്രം ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ അധ്യാപകർ നിരവധി പേരുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് 225ഓളം അധ്യാപകരെ സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി പിരിച്ചുവിടേണ്ട സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലും രാത്രികാലങ്ങളിൽ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ ഒന്നും തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു നാടായി തമിഴ്നാട് മാറി എന്നുള്ള ഒരു ആരോപണമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഉടൻ തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന് വിനോദസഞ്ചാരിയായ യുവതി. മുംബൈ സ്വദേശിനി ജാൻവിയാണ് ദുരനുഭവം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. ഊബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് ഡ്രൈവർമാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. So today morning we were leaving Munnar and our BNB host casually told us that there are no Uber or Ola pickups allowed in Munnar. Not available. Not allowed. We had already booked the cab. We asked him that why is it so? Why are they not allowed to pick us up from here when they were the ones who dropped us? He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy. We started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us, that you have to go with the union taxi. Everybody kept throwing the same sentence to us. മൂന്നാറിലായാലും വർക്കലയിൽ ട്രെയിനിലായാലും കോയമ്പത്തൂരിലായാലും ഒക്കെ എന്താണ് സ്ത്രീകൾക്കുള്ള സുരക്ഷ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഈ സംഭവങ്ങളാണ് മുന്നിൽ മറുപടിയായി വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. തദ്ദേശ പോരിലേക്ക് കേരളം. പതിവിന് വ്യത്യസ്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാൻ കോൺഗ്രസ്. തിരുവനന്തപുരത്തിനു പിന്നാലെ കോഴിക്കോട്, കൊച്ചി കോർപ്പറേഷനുകളിലും മേയർ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ നിശ്ചയിച്ച് കോൺഗ്രസ് മത്സരത്തിലേക്ക് ആദ്യം തന്നെ ഇറങ്ങുകയാണ്. 5 പതിറ്റാണ്ടായി കോൺഗ്രസ് ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അരയും തലയും മുറുക്കിയാണ് UDF അംഗത്തട്ടിലിറങ്ങുന്നത്. കൗൺസിലിലെ അംഗബലം
18 നിന്നും 35 ഉയർത്തുകയാണ് ആദ്യ ലക്ഷ്യം. നഗരവികസനം, മാലിന്യ നിർമ്മാർജ്ജനം, കല്ലുത്താൻകടവ് മാർക്കറ്റ് വിഷയം എന്നിവയിലൂന്നി സമഗ്രമായ പ്രതിഷേധവും നടന്നുവരികയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് മത്സരത്തിനിറങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം. ഒപ്പം KPCC സെക്രട്ടറി PM നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാവും കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങുക. കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചരിത്രം കോൺഗ്രസിനും UDFിനും അത്ര പ്രതീക്ഷിക്കാവുന്നതല്ല. പക്ഷേ ഇത്തവണ തന്ത്രം മാറ്റിപ്പിടിക്കുന്നുവെന്നതാണ് കോൺഗ്രസ് രീതി. തിരുവനന്തപുരത്തിന് സമാനമായി KPCC സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായ നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് മുൻനിർത്തിയാണ് നീക്കം. അടുത്തിടെ കോൺഗ്രസ് ഏറ്റവും അധികം സമരപരമ്പരകൾ നടത്തിയത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം ഈ രാഷ്ട്രീയ നീക്കങ്ങളും വോട്ടാക്കുകയാണ് തന്ത്രം. സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് നിയമസഭാംഗങ്ങൾ ഉണ്ടായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്ത്രം നിയമസഭ കൂടി ലക്ഷ്യമിട്ടാണ്. 5 പതിറ്റാണ്ട് നീളുന്ന CPMന്റെ കോർപ്പറേഷൻ മേധാവിത്വത്തെ UDF മറികടക്കുമോ? കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ തവണ കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് UDFന് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഭരണം പിടിക്കാനുള്ള വീറും വാശിയും UDF ക്യാമ്പിൽ പ്രകടമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ UDF കരുനീക്കം നടത്തുന്നത്. മേയർ ഇത്തവണ വനിതാ സംവരണമാണ്. മേയർ സ്ഥാനാർത്ഥിക്കായി പല പേരുകളും കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയരുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയും AICC അംഗവുമൊക്കെയായ ദീപ്തി മേരി വർഗീസിന്റേതുൾപ്പെടെയുള്ള പേരുകളാണ് ഇതിൽ സജീവം. UDF പൂർണ്ണമായിട്ടും സജ്ജമാണ് തെരഞ്ഞെടുപ്പിന്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ പ്രതീക്ഷയാണ് ഇപ്രാവശ്യം കൊച്ചി നഗരസഭയെ സംബന്ധിച്ചുള്ളത്. വലിയ വിജയം ഇപ്രാവശ്യം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ UDFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി കൗൺസിലർമാരെ വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പാർട്ടിയെ വിജയിപ്പിക്കുക, UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. വിമതശല്യം ഒഴിവാക്കുകയാണ് കോൺഗ്രസിലെ ആദ്യ വെല്ലുവിളി. മേയർ സ്ഥാനമോഹികളും ഏറെയുണ്ട്. ഇതെല്ലാം മറികടന്നുള്ള രാഷ്ട്രീയ തന്ത്രം സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ടാണ് തയ്യാറാക്കുന്നത്. സ്വന്തം ജില്ലയിലെ ഈ പോര് VD സതീശന് അഭിമാന പോരാട്ടം കൂടിയാണ്. പക്ഷേ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2020 പോലുള്ള ബദൽ രാഷ്ട്രീയ നീക്കങ്ങൾ കൊച്ചിയിലുണ്ടാകും. ഇതിന്റെ വെല്ലുവിളി ഏറ്റവും അധികം നേരിടുക കോൺഗ്രസ് തന്നെയാവും. കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ അരയും തലയും മുറുക്കിയുള്ള CPM നീക്കത്തെ കോൺഗ്രസ് മറികടക്കുമോ? പോരാട്ടം കനക്കും. ന്യൂസ് ബ്യൂറോ, ന്യൂസ് 8. ഇന്നലെ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായത് KS ശബരിനാഥൻ തന്നെയാണ്. പാർട്ടി തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നെന്ന് KS ശബരിനാഥൻ. പാർട്ടി എന്തു പറഞ്ഞു അത് ചെയ്യും. സാധാരണക്കാരായ ജനങ്ങളാണ് കോൺഗ്രസിന്റെ സ്ലീപ്പർ സെല്ലുകളെന്നും ജയം ഉറപ്പാണെന്നും KS ശബരിനാഥൻ കൂട്ടിച്ചേർത്തു. ഞാനീ വലിയ പഞ്ച് ഡയലോഗ് അടിക്കുന്ന ആളോ അല്ലെങ്കിൽ വലിയ വിസ്ഫോടനം നടത്തുന്ന ആളല്ല. പക്ഷേ ഉള്ളിനുള്ളിൽ ഞാനൊരു പാർട്ടിക്കാരനാണ്. പാർട്ടി എന്ത് പറയുക അത് ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടിക്കാരനായ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എന്നെ അന്ന് തിരികെ വരാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്തോടുള്ള ഒരു സ്നേഹമാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വെളിയിൽ എവിടെ പോയാലും നമ്മൾ തിരുവനന്തപുരത്തുകാരനാണ്. അയവിറക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ തിരുവനന്തപുരത്തിന്റെ ഭാഗമായ അരുവിക്കരയുടെ MLA ആവാൻ പറ്റി. ഇന്ന് ജില്ലയിൽ ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു എലിവേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡ്, ആ വാർഡ് പിടിക്കാൻ 24 വയസ്സുള്ള KSU നേതാവിനെ ഇറക്കുകയാണ് കോൺഗ്രസ്. നിയമ വിദ്യാർത്ഥിയായ വൈഷ്ണ സുരേഷ് ആവേശത്തോടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വന്നില്ലെങ്കിലും മുന്നണികൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും UDF തലസ്ഥാനത്തെ കോൺഗ്രസ് ഇന്നലെ തന്നെ 40-ലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പതിവില്ലാത്ത വിധം മുന്നിലിറങ്ങിക്കഴിഞ്ഞു. ഇത്തവണ നഗരസഭ പിടിക്കാൻ, തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ വലിയ ശ്രമമാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുള്ളത്. KS ശബരിനാഥനെ, മുൻ MLA കൂടിയായ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ, ഈ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മുട്ടട വാർഡിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്ന വൈഷ്ണ സുരേഷാണ്. വൈഷ്ണ ഇതിനകം ഇന്നലെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ ഒരു സൂചന പാർട്ടിയിൽ നിന്ന് കിട്ടിയിരുന്നോ മത്സരിക്കേണ്ടി വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സൂചനയായിട്ടില്ല. നിങ്ങൾക്ക് ഒരു പാർട്ടി സിസ്റ്റം അറിയായിരിക്കില്ല. കാരണം കോർ കമ്മിറ്റി എന്നൊക്കെ പേര് പോയതിനു ശേഷമാണ് ഇത് വരുന്നത്. അപ്പം നാട്ടിലുള്ള നമ്മളെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ മത്സരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പേര് പോയി വന്നതാണ്. ഒന്ന് വൈഷ്ണവത്തിന് പരിചയപ്പെടുത്തു. കാരണം മാധ്യമപ്രവർത്തകർക്ക് വൈഷ്ണവ അറിയാമെങ്കിലും കുറച്ച് ആളുകൾക്ക് കൂടി പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് പറയൂ. എന്റെ പേര് വൈഷ്ണവ സുരേഷ് എന്നാണ്. ഞാൻ നിലവിൽ KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അക്കാഡമിയിൽ LLB ചെയ്യുന്നുണ്ട്. ഞാൻ സർക്കാർ വനിതാ കലാലയത്തിൽ നിന്ന് വഴുതക്കാടുള്ള ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം കഴിഞ്ഞു. പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ LLB ചെയ്യുന്നുണ്ട് ലോ അക്കാഡമിയിൽ. പിന്നെ ടെക്നോ പാർക്കിൽ വർക്കിംഗും ആണ്. അപ്പോൾ ഇതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്.
ഈ മുട്ടട തന്നെയാണ് സ്വദേശവും മുട്ടടയാണ്. ഇത്തരത്തിൽ എന്താണ് ഈ ഒരു പുതിയ സ്ഥാനാർത്ഥി? കാരണം 24 വയസ്സേ വൈഷ്ണയ്ക്കുള്ളൂ. അതാണ് ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പട്ടികയിൽ പ്രഖ്യാപിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് കൂടിയാണ്. കഴിഞ്ഞ തവണ CPM അങ്ങനെയൊക്കെ ഒരുപാട് പുതുമുഖങ്ങളെ യുവാക്കളെ കൊണ്ടുവന്നിരുന്നു. ആ ഒരു മാതൃകയിലേക്ക് കോൺഗ്രസും വരികയാണ്. ഗുണം ചെയ്യുമോ ഇത്? തീർച്ചയായും നമുക്ക് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വരിക എന്നുള്ളത് തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ഇപ്പോൾ യുവാക്കളെ അല്ലെങ്കിൽ യുവതലമുറയിലെ ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു ഇന്നലെ വന്നത്. തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ മുട്ടട വാർഡ് കോൺഗ്രസ് UDF പിടിച്ചിരിക്കും. എന്താണ് മുട്ടടയുടെ ഒരു അടിയന്തര ആവശ്യങ്ങൾ? ഇവിടെ ജീവിക്കുന്ന ആളുടെ തന്നെ അറിയാൻ പറ്റും. എന്താണ് മുട്ടടയ്ക്ക് ഇല്ലാത്ത കുറവെന്താണ് മുട്ട? കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ CPMന്റെ കൌൺസിലർമാരാണ് ജയിച്ചു വരാറുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, പ്രാദേശികമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡുകളെല്ലാം തന്നെ ടാറിട്ടിട്ടുണ്ട്. പക്ഷെ സബ് റോഡുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നതും താമസിക്കുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാം ഈ സബ് റോഡുകൾ വഴിയാണ് കൂടുതലും. കാരണം അവരുടെ വീട്ടുമുറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ സബ് റോഡാണ് വരുന്നത്, മെയിൻ റോഡിലൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈ ആളുകളെ ഒട്ടും തന്നെ കൺസിഡർ ചെയ്യാത്തൊരു സാഹചര്യമാണ് നിലവിൽ മുട്ടടയ്ക്കുള്ളത്. അപ്പൊ അതിനൊരു മാറ്റം എന്തായാലും വരണം. കാരണം നമ്മളിപ്പോ വന്ന വഴികൾ തന്നെ നിങ്ങൾക്കറിയാം, ഇടവഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കുണ്ടും കുഴിയും ചരളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ തെന്നി വീഴാം ആൾക്കാർ, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കാം. അപ്പൊ ഇതൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു മാറ്റം വരണം. പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അത് പ്രോപ്പറായിട്ടല്ല, ഡ്രെയിനേജ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു മാറ്റം വരണം എന്നാണ് ആഗ്രഹം. ഒരുപാട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അക്കാഡമികളൊക്കെ ഉള്ള സ്ഥലമാണ്. IAS കോച്ചിങ് അടക്കമുള്ള നിരവധി അക്കാഡമിയുള്ള സ്ഥലമാണ്. ഒരുപാട് പെൺകുട്ടികൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. സുരക്ഷാപരമായിട്ട് ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു ട്രെയിനിലൊരു കൊലപാതക ശ്രമം കണ്ടു. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഇവിടുത്തെ സുരക്ഷാപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ? ഈ മണ്ഡലത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സിറ്റിയിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതലായി ഡീപ്പായി പോകുന്നില്ല. എന്നിരുന്നാലും ഇന്നലത്തെ ഒരു അനുഭവം നമുക്കറിയാം. സ്ത്രീ സുരക്ഷ ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയിൽ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ പോലും അതിന്റേതായ പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി ദിനംപ്രതി കണ്ടുവരുന്നുണ്ട് വാർത്തകളിലൂടെ. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്റെ വാർഡിൽ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തായാലും നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും. സാധാരണക്കാർക്കായിരിക്കും കൂടുതൽ നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നത്. BJPയുടെയും CPMന്റെയും സ്ഥാനാർത്ഥി വന്നിട്ടില്ല, എതിരാളികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതെ, അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയിട്ടില്ല. നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ പറ്റുന്ന തരത്തിലേക്കാണ് നമ്മുടെ മൂവ്മെന്റ്. അതുതന്നെയാണ് പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ഇനി സമയമുണ്ട്. 1 മാസത്തോളമുണ്ട് തെരഞ്ഞെടുപ്പിന്. വൈഷ്ണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ജോലി ഒരുപക്ഷെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. ജോലി ചെയ്യുന്നു, അതിനൊപ്പം പഠിക്കുന്നു, ജേർണലിസവും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും അത്തരത്തിൽ നിയമവും ജേർണലിസവും ഒക്കെ പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ വളരെ വേഗം കണ്ട് അവരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് വൈഷ്ണയുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് സജീവമായി കഴിഞ്ഞു UDF, കോൺഗ്രസ്. പ്രത്യേകിച്ചും ഈ മുട്ടട വാർഡിൽ തിരിച്ചുപിടിക്കാൻ, വാർഡ് ദീർഘനാൾ ശേഷം തിരിച്ചുപിടിക്കാനാണ് വൈഷ്ണയുടെയും കോൺഗ്രസിന്റെയും ശ്രമം. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ മലപ്പുറത്തെ പല വനിതാ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമാണ്. അങ്ങാടിപ്പുറം 20-ാം വാർഡായ പുത്തനങ്ങാടിയിലെ സ്ഥാനാർത്ഥി ഹാജിറ ഹുസൈൻ വാർഡ് നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോരാട്ട രംഗത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ പലയിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ്. പഞ്ചായത്തിലെ 20-ാം വാർഡിൽ പുത്തനങ്ങാടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഹാജിറ ഹുസൈൻ ചോലയിലാണ് ഇത്തവണത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസമാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആദ്യത്തെ പ്രചരണത്തിൻ്റെ സമയത്താണ് അവരുടെ കൂടെ മുൻ മെമ്പർ, അതായത് ഇപ്പോഴത്തെ മെമ്പറായിട്ടുള്ള അൻവറും കൂടെയുണ്ട്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷയൊക്കെ? പ്രതീക്ഷ ഭൂരിപക്ഷത്തിൽ വിജയിക്കും തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതി നമ്മളെ ജനങ്ങൾക്കും വാർഡിനും പിന്നെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ വികസനവും കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ നമ്മളിവിടുത്തെ വാർഡ് മെമ്പറാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചും ചെയ്തിട്ടുണ്ട്. വികസനം നല്ലവണ്ണം കൊടുന്ന് കാഴ്ചവെച്ച ഒരാളാണ് അൻവർ സാദത്ത്. അതേപോലെ കൂടുതൽ അതിൻ്റെ തുടർച്ചയായിട്ട് പോകണമെന്നാണ് എൻ്റെ. സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് വേറെ ആശങ്കകളൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പ് ഉണ്ടായത് കഴിഞ്ഞ 15 മുതൽ 20 വരെയല്ലേ മെമ്പറായിരുന്നതാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? ഈ വാർഡ് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുൻപും ഈ വാർഡിൽ വളരെയധികം വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ
എല്ലാ വാർഡിൻ്റെ എല്ലാ മുക്കുമൂലകളിലും തൊട്ടറിഞ്ഞ വികസനമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ പഞ്ചായത്തിലുള്ള ആനുകൂല്യങ്ങളും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA തുടങ്ങിയ എല്ലാവിധ വിഭാഗങ്ങളെയും കോർത്തിണക്കി ഈ വാർഡിൽ പരമാവധി വികസനം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് ഈ വാർഡിലെ ജനങ്ങൾ അതിൽ സംതൃപ്തരാണ്. അവർ അടുത്ത ഒരു മെമ്പറെ ഹാജറ ഹുസൈനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെല്ലാം വിശ്വാസം അതാണ്. നമുക്കറിയാം, വികസനം ഒരു തുടർ പ്രക്രിയയാണ്. വികസനം ഒരിക്കലും അവസാനിക്കുന്നില്ല. വികസനം എത്ര നടന്നാലും അതിന് തുടർച്ച ആവശ്യമാണ്. അതിന് തികച്ചും പരിചയസമ്പന്നയായൊരു മെമ്പറാണ് ഹാജറ ഹുസൈൻ. എനിക്ക് മുമ്പ് 5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ വാർഡ് നയിച്ച ആളാണ്. ആ നിലക്ക് അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വേറെ പേരുകളൊന്നും ചർച്ചയിൽ വന്നില്ല. നമ്മൾ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. ഈ വാർഡിലെ മുൻ മെമ്പർ എന്ന നിലയ്ക്ക്, വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ വേറെ ആരെയും അന്വേഷിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഐക്യകണ്ഠേന UDF തിരഞ്ഞെടുത്ത ഒരു മെമ്പറെ തന്നെയാണ് അവർ. ഈ വീടുകളിലേക്കൊക്കെ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് വേറെ എല്ലാവരും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇല്ല, ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവർ നിന്ന് വോട്ട് തരും എന്നാണ് പ്രതീക്ഷ. നേരത്തെ തന്നെ പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഓക്കെ, ആത്മവിശ്വാസം ഉണ്ട്. ഫ്ലക്സൊക്കെ അടിച്ചോ? ഫ്ലക്സും ഫോട്ടോസും ഔദ്യോഗികമായൊരു എന്താണെങ്കിൽ അതിന് മുമ്പ് പര്യടനം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. ഇന്നലെ രാത്രിയാണ് പ്രഖ്യാപനം പ്രഖ്യാപിച്ചത്. UDFന്റെ ഉരുക്ക് കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുൻ മെമ്പർ കൂടിയായ നമ്മുടെ ഹാജറ ഹുസൈൻ. എന്താണെങ്കിലും ഇവരെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ ഈ സീറ്റ് നിലനിർത്താനും കഴിയും. ഒപ്പം തന്നെ പഞ്ചായത്തിലെ ഭരണം നിലനിർത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. SIR-ൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗവുമായി കോൺഗ്രസ് സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SIR സത്യസന്ധവും നീതിപൂർവവുമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അല്ല, അത് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സത്യസന്ധവും നീതിപൂർവമായ തരത്തിൽ അത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും. എന്നിട്ട് ഗവൺമെന്റ് കൂടി ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ BJP ഒഴിച്ചുള്ള രാഷ്ട്രീയ കക്ഷികളും സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറും അവിടെ അറിയിച്ചു ഈ സമയത്ത് ഇത് ചെയ്യരുത്. എന്നിട്ടും അവർ മനഃപൂർവ്വം നടത്തുവാണ്. സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളെ സഹായിക്കുന്നത്. ഈ സമയത്ത് അവര് പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ഒരു സമയത്ത് ഇത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. അതായത് സത്യസന്ധവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ മുഖമുദ്ര. അത് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പറയാനുള്ളത് തരൂർ പറയും. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നെന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച തരൂരിന്റെ ലേഖനത്തിലാണ് പരാമർശം. നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന രീതി വരണം. ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ്മ ആവശ്യമാണെന്നും കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി. ഇത് പറയുന്നത് മറ്റാരുമല്ല, പ്രമുഖ കോൺഗ്രസ് നേതാവായ ശശി തരൂരാണ്. തരൂർ ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പരാമർശിക്കുന്നത് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ കുടുംബവാഴ്ചയാണ്. ഇന്ത്യയിൽ ഇത്തരമൊരു മോശം പ്രവണതയ്ക്ക് തുടക്കമിട്ടത് നെഹ്റു കുടുംബം പറയുന്നു. ഒന്നോർക്കണം, രാജ്യത്ത് BJP കോൺഗ്രസിനെതിരെ നടക്കുന്ന ശക്തമായ പ്രചരണങ്ങളിലൊന്നാണ് കോൺഗ്രസിലെ കുടുംബവാഴ്ചയെക്കുറിച്ച്. ഇത് ഉന്നയിക്കുന്നത് കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിൽക്കുന്ന ശശി തരൂരാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് BJPയുടെ പ്രചരണം ശശി തരൂർ ഏറ്റെടുക്കുന്നു എന്നതാണ്. ഗാന്ധി കുടുംബത്തെ മാത്രമല്ല തരൂർ ഇക്കാര്യത്തിൽ പരാമർശിക്കുന്നത്, മറിച്ച് രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയുള്ള കുടുംബവാഴ്ചയെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നുണ്ട്. പക്ഷേ നെഹ്റുവിനെ തുടങ്ങി പിന്നീട് ഇന്ദിരാഗാന്ധി, പിന്നീട് രാജീവ് ഗാന്ധി, ഒടുവിൽ സോണിയാഗാന്ധിയിലൂടെ രാഹുൽ ഗാന്ധിയിലേക്കും പ്രിയങ്ക ഗാന്ധിയിലേക്കും പടർന്നുപോയ ആ കുടുംബവാഴ്ച കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ശശി തരൂർ. കൃത്യമായി തന്നെ തരൂർ ലക്ഷ്യം വയ്ക്കുന്നത് നെഹ്റു കുടുംബത്തെ എന്നതാണ്. സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ BJPക്ക് വലിയ രാഷ്ട്രീയ ആയുധം നൽകുന്ന നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ്. ഈ ലേഖനത്തിൽ രൂക്ഷമായ പരാമർശങ്ങൾ തരൂർ നടത്തിയിട്ടുണ്ട് എന്നതാണ് വാസ്തവമായ കാര്യം. രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണ നെഹ്റു കുടുംബമാണ് തുടങ്ങി വെച്ചത് എന്ന പ്രയോഗം തന്നെ ഈ ലേഖനത്തിൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ
രാഷ്ട്രീയ നേതൃത്വത്തിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് രീതിയില്ല എന്ന കാര്യം കൂടി തരൂർ പറയുന്നുണ്ട്. മുമ്പ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ് ശശി തരൂർ. അതുകൊണ്ട് നേതൃത്വത്തിലെ തെരഞ്ഞെടുപ്പിൽ സുതാര്യതയില്ല. ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു ചെറു സംഘം ആളുകളോ മാത്രം തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക പാർട്ടികളിലൊക്കെ ഉണ്ടായിരിക്കുന്ന കുടുംബവാഴ്ച പരാമർശിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം പ്രത്യേകം പറയുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ കൂടി പ്രചരണ വിഷയമായി BJP ഏറ്റെടുക്കുന്നു എന്നതാണ്. കാരണം ലാലു പ്രസാദ് യാദവ് കുടുംബത്തിലെ, അതായത് തേജസ്വി യാദവിൻ്റെ കുടുംബവാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇക്കാര്യത്തിൽ ശശി തരൂർ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രമുഖ നേതാവ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നതാണ് BJP ഉന്നയിക്കുന്ന ആക്ഷേപം. അങ്ങനെ ഈ ശശി തരൂരിൻ്റെ പ്രസ്താവന, ഈ ലേഖനം അത് ബീഹാർ രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും പ്രചരണ വിഷയമാകുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും ഇതിൽ രൂക്ഷമായ പ്രതികരണങ്ങളും നീക്കങ്ങളും ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിലേക്ക് വരുമ്പോൾ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് പൊതുവിൽ നേതൃത്വത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അദ്ദേഹം പാർട്ടി കമ്മിറ്റികൾ സജീവമാകുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിയുടെ നേതൃത്വത്തെ പരോക്ഷമായോ നേരിട്ടോ വിമർശിക്കുന്ന ഒരു പ്രസ്താവനയും ലേഖനവുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ശശി തരൂരിൻ്റെ നീക്കത്തോട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് വലിയ തുടർ ചർച്ചകൾക്ക് വിധേയമാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് BJP ദേശീയ തലത്തിൽ തരൂരിൻ്റെ പ്രസ്താവന, ഈ ലേഖനം വലിയ പ്രചരണ വിഷയമായി ഏറ്റെടുത്തതുകൊണ്ടുകൂടി തന്നെ ദേശീയ തലത്തിലും ഇത് മുഖ്യമായ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. അതേസമയം തരൂരിന്റെ ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നെഹ്റു കുടുംബമാണ് രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാക്കിയതെന്ന ധാരണയുണ്ടാക്കുന്നത് എന്നതായിരുന്നു വിമർശനം. EP ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടി നേതൃത്വത്തിന് പരോക്ഷ വിമർശനം. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായത്തിലാണ് വിമർശനം. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ജയരാജൻ തനിക്കെതിരെ വൈദേകം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുവെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല. സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതെന്ന് P ജയരാജൻ വ്യക്തമാക്കി. എന്നാൽ വിവാദമുയർന്ന സമയം ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നു. ആദ്യ യോഗത്തിൽ P ജയരാജൻ ഉന്നയിച്ച വിഷയം ചിലർ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും EP ആത്മകഥയിൽ പറയുന്നു. ഇടവേള. സംഘർഷം വ്യാപിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നുവെന്ന UN. കോർഡോഫാൻ മേഖലയിൽ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമായി 30,000-ത്തിലധികം പേരാണ് നാടുവിട്ടത്. വിവരങ്ങളുമായി അപർണ കുറുപ്പ്. റുവാണ്ട കൂട്ടക്കുരുതിയേക്കാളും വലിയ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വംശഹത്യയുടെ കണക്കുകളാണ് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. സുഡാനിൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി അവിടുത്തെ സൈന്യമായിട്ടുള്ള SSFും ഒപ്പം വിമത സൈന്യമായിട്ടുള്ള RSFും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ഒരുപാട് ജനങ്ങളുടെ ജീവനെടുത്ത കണക്കുകൾക്ക് തൊട്ട് പിറകെയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് വിമത സൈന്യമായ RSF അൽഫാഷർ നഗരം പിടിച്ചെടുത്തത്. അതിന് തൊട്ട് പിന്നാലെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ വരുമ്പോൾ 36,000-ഓളം പേർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ ആ നാട്ടിൽ നിന്ന് കോർഡോഫാൻ മേഖലയിൽ നിന്ന് പലായനം ചെയ്തു എന്നുള്ള കണക്കുകളാണ് വരുന്നത്. ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും 1.25 കോടി ജനങ്ങൾ പലായനം ചെയ്തു എന്നുള്ള കണക്കുകൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടുപിറകെയാണ് വിമതസേനയായിട്ടുള്ള RSF ഇപ്പോൾ എൽഫാഷർ നഗരത്തിൽ നിന്നുള്ള ജനങ്ങളുടെ വീടുകളിൽ കയറി ഈ വിമത സൈനികർ ആക്രമിക്കുകയും ജനങ്ങളെ കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നു. ആ ദൃശ്യങ്ങളോടെയാണ് ഇതിൻ്റെ ഒരു ഭീകരത ലോകത്തിന് മനസ്സിലായത്. ഇപ്പോൾ UN തന്നെ സ്ഥിരീകരിക്കുകയാണ് 36,000-ഓളം പേർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ നിന്ന് പലായനം ചെയ്തു എന്ന്. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ്.